ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഒരിക്കൽ മാത്രം. ഓർമ്മകൾ നൽകിയ ചന്ദനവിരിയിൽ ഓമനയെന്നുമുറങ്ങി. കാലം മറന്നുപോയി കൊച്ചപ്പാട്ട്. അമ്മേ, ആ ഹൈമ അത് വേറെ ഹൈമ, ഇത് വിനോദേട്ടൻ്റെ ഹൈമ. ഈ ഹൈമ വഴിതെറ്റി എവിടെ നിൽക്കുക ഇപ്പോൾ അനുഭവിക്കുന്നത്. കരിഞ്ഞ ചാമ്പലാവട്ടെ കാരണം ഹൃദയവും എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല മറ്റേ ഹൈമയുടെ കാര്യത്തിൽ. വരാത്ത ഹൈമ പിന്നെ പോട്ടെ, ഈ വന്ന ഹൈമയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വയ്യ. എൻ്റെ ധന്യ ഹൈമൻ്റെ കുഞ്ഞമ്മയാണ്. ഇനി കുഞ്ഞമ്മന്ന് എഴുതിയിട്ട് വരാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ധന്യ. എൻ്റെ ഹൈമ കുഞ്ഞമ്മ മതി പാവ ആറ്റൂരാൻ പറയുന്നുണ്ട്. കുഞ്ഞമ്മയ്ക്ക് 55 വയസ്സായിട്ട്. മോനെ അങ്ങനെയല്ല, അത് മോൻ്റെ കുഞ്ഞമ്മയാണ്. ഓക്കെ, ഇവിടെ വേറൊരു ഹൈമ വന്നപ്പോൾ മോൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു ഹൈമ എന്ന് പറഞ്ഞൊരു പുതിയ ID വരും എൻ്റെ കുഞ്ഞമ്മയാണെന്നൊക്കെ പറഞ്ഞില്ല. അപ്പം മറ്റേ ഹൈമ വന്നപ്പോഴേ അമ്മ പറയാം, ആ ഹൈമ ലൈവിലേക്ക് സ്വാഗതം. വിനോദ് വന്നിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പെണ്ണ് അന്നേരത്തേക്ക് അത് പേടിച്ച് പോയി. സത്യം പറഞ്ഞാൽ അത് പറയാം, ഏത് വിനോദം, ആരെ, എവിടെ? ബിന്ദു എല്ലാവർക്കും നമസ്കാരം പറയാം. അതേ ബിന്ദു വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മക്കൊലുസ് വിനോദ് എന്ന് പറയുന്നുണ്ട്. സന്ധ്യ ചുവന്ന ബിയുള്ള ബിന്ദു ഹായ് പറയുന്നുണ്ട്. നമസ്കാരം ബിന്ദു ചേച്ചി പറയുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ ബിന്ദു നമ്മുടെ കൂട്ടത്തിലേക്ക് കൂടി. പിന്നെ ഹൈമയിലെ ആരാ ഹൈമ അല്ലേ, ആരാ വിനോദ്, എവിടെ ബിന്ദു ചേച്ചിയുടെ സ്ഥലം ചോദിക്കുന്നുണ്ട്. ജയന്മാൻ എന്തോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹൈമ വിനോദിച്ചേ ചേരില്ല, വിനോദ് മാറ്റിപ്പിടി എന്ന് പറയുന്നുണ്ട്. ഹൈമ വിനോദിച്ചേ ചേരില്ല, മാറ്റിപ്പിടി പറയുന്നുണ്ട്. ധന്യ ഹൈമൻ്റെ കുഞ്ഞമ്മയാണ്. പറഞ്ഞു മടുത്തു പാവം. അമ്മ മതി നിർത്തും മതിയാക്കി പറയുന്നുണ്ട്. വിനോദ് ഹൈമ ഗംഗാധരൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. 55 ചോറി എന്ന് പറയുന്നുണ്ട്. ഈ പൂവുകൾക്ക് പുണ്യകാലം. 23-ന് ഒന്ന് ഉന്തി നിൽക്കുന്നേ. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേലിക്കാലം, നക്ഷത്രത്തിരി തെളിയും നിലാവിൻ്റെ കൈകളിൽ നിശ്ചയ താമ്പുലതാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേലിക്കാലം. ഗംഗാധരൻ ചേട്ടോ സോറി അറിഞ്ഞില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ സന്ധ്യ. ഹൈമ കുഞ്ഞമ്മയ്ക്ക് 2 മക്കൾ 3 പേരക്കുട്ടികൾ എന്ന് പറയുന്നുണ്ട്. ഈ ഹുമ്മാണല്ലേ, ഹീ ആണെങ്കിലും ഉണ്ടല്ലോ. ഈ കുഞ്ഞമ്മേനെ കുറിച്ചല്ല ഞങ്ങൾ പറയണേ, ഇത് ശരിക്കും വിനോദ് മോൻ്റെ കുഞ്ഞമ്മ. ഓക്കെ, കുഞ്ഞമ്മയ്ക്ക് നമസ്കാരം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വേറൊരു ഹൈമ ഇതിനിടയ്ക്ക് കയറി വന്നു ഇന്നലെ. ഈ വേറൊരു ഹൈമ വന്നു കഴിഞ്ഞപ്പം അതിനെ തെറ്റിദ്ധരിച്ചു പോയി, മനസ്സിലായോ? അപ്പം അവരുടെ ജീവിതം ഇപ്പം എന്തായി നടത്തില്ല, ആകെ കൊളാക്കി വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി വിനോദ് മോനാണ് കേട്ടോ. ടുരാനെ സോറി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. ജയന്മോൻ എന്തോ ഒന്നാമത്തെ കിരീടം, ജയന്മോൻ ഒന്നാമത്തെ കിരീടം കിട്ടിയിട്ടുണ്ട് പിന്നല്ല എന്ന് പറയുന്നുണ്ട്. ജയന്മോൻ ചിരിക്കുന്നുണ്ട്. വിനോദമോൻ ഇന്ന് കുഞ്ഞമ്മ വരില്ല എന്ന് പറയുന്നുണ്ട്. നന്നായി വിനോദമോൻ. എല്ലാവരും ലൈക്ക് അടിക്കൂ പറയുന്നുണ്ട്. അത് തന്നെ, ലൈക്ക് അടിക്കൂ. വിനോദമോൻ നാളെ വരുമെന്ന് പറയണ്ടോ. ഓക്കെ, കുഞ്ഞമ്മാന്നും കൂടി എഴുതാൻ പറയണം കേട്ടോ. കുഞ്ഞമ്മ വാ എന്ന് പറയുന്നുണ്ട് ജയന്മോൻ. ഇനി കുഞ്ഞമ്മയെ കൊണ്ട് വന്ന് വിനോദേട്ടൻ ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇന്ന് വരില്ല ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ജയന്മോൻ എന്തോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ബിന്ദു തൃശ്ശൂരാന്ന് പറയുന്നുണ്ട്. ബിന്ദുവിൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ബിന്ദു ചേച്ചി എന്ന് പറയുന്നുണ്ട്. തൃശ്ശൂർ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. വിനു മാമ എന്ന് വിളിക്കുന്നുണ്ട്. ജയന്മൻ വിനു എന്താണ് ജയ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സൂപ്പർ ചാറ്റ് അടിച്ചേന്ന്. ആരാ സൂപ്പർ ചാറ്റ് തന്നെ? ഇന്ന് ഹൃദയം കൊണ്ട് എഴുതിയ കവിത പാടാം. ആരെങ്കിലും സൂപ്പർ ചാറ്റ് അടിച്ചാലും. ഹൃദയം കൊണ്ടെഴുതുന്ന കവി